നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. മലപ്പുറത്ത് നിപ്പ രോഗലക്ഷണങ്ങളുമായി ഒരാൾ ആശുപത്രിയിലാണ്. വിവരങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. രോഗം ഇനിയും സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും വീണ്ടും വാർത്തകൾ നിറയുകയാണ് നിപ്പ. ഈ ഒരു സാഹചര്യത്തിൽ നിപ്പയെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന വിഷയമാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് IMA കേരള റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവനാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. നിപ്പ സംബന്ധമായ സംശയങ്ങളുമായി പ്രേക്ഷകർക്കും ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം. ഡോക്ടർ, നിപ്പ വീണ്ടും നമ്മുടെ വാർത്തകളിൽ നിറയുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിപ്പയെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഗുരുതരമായ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നാലും അതിനേക്കാളുപരി ഒരു മുൻകരുതലിൻ്റെ ഭാഗമായി നിപ്പയെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? നിപ്പ നമുക്ക് സുപരിചിതമായ ഒരു വാക്കാണ്. എല്ലാ കേരളീയരും അറിയുന്ന ഒരു രോഗമാണ്. എന്നാൽ അതിൽ പ്രധാനപ്പെട്ട വിഷയം ഇത് പരിഭ്രാന്തിയുടെ കാര്യമില്ല എന്നുള്ളതാണ്. മുമ്പ് തുടക്കത്തിൽ ഇതുണ്ടായപ്പോൾ നമുക്ക് ഇതേപ്പറ്റി വ്യക്തമായ ധാരണയില്ലായിരുന്നു. അതിനുശേഷം പല ഔട്ട്ബ്രേക്കുകളും ഉണ്ടാവുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പലതരത്തിലുള്ള പ്രോട്ടോക്കോളുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ഇതുവരെ വ്യക്തമാകുന്നത് ഇത് വ്യക്തികളിൽ നിന്നും വ്യക്തികളിലേക്ക് അനിയന്ത്രിതമായിട്ട് പകരുന്ന ഒരു രോഗമല്ല. അതിനാണ് വൈദ്യശാസ്ത്രത്തിൽ R0 എന്ന് പറയുന്നത്. R0 എന്നാൽ ഒരു വ്യക്തിയിൽ നിന്നും എത്ര പേരിലേക്ക് ശരാശരി ഇത് പകരാം എന്നുള്ളതിന്റെ കണക്കാണ്. അത് ഞാൻ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. ചില വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ R0 ഈ നിപ്പയുടെ നമ്മുടെ കോവിഡിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ R0 2 to 3 ആണ്, 2 മുതൽ 3 വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേർക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ അത് 20 പേരിലേക്കും ആ 20 പേരിൽ നിന്ന് 40 പേരിലേക്കും അതിന് വ്യാപിക്കാൻ കഴിവുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നിപ്പയുടെ R0 0.4 ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 പേരിൽ ഇത് നിപ്പ ഉണ്ടായെന്നിരിക്കട്ടെ, അത് 4 പേരിലേക്ക് വ്യാപിക്കുകയുള്ളൂ. ഈ 4 പേരിൽ നിന്നും അത് ചിലപ്പോൾ 2 പേരിലേക്ക് വ്യാപിക്കുകയുള്ളൂ. അതിനുശേഷം അത് കെട്ടടങ്ങുകയാണ് പതിവ്. ലോകമെമ്പാടുമുള്ള ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ നിപ്പ എല്ലാ ഔട്ട്ബ്രേക്കുകളും തന്നെ താനെ കെട്ടടങ്ങുകയാണ്. എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ വെറുതെ ഇരിക്കണമെന്നുള്ളതല്ല. ഇതിന്റെ ഹൈ റിസ്ക് ഉള്ള ചില കോണ്ടാക്റ്റുകളുണ്ട്. ഒരു രോഗിയുമായി അടുത്ത സമ്പർക്കത്തിലുള്ളവരെ വളരെ കരുതലോടെ നിരീക്ഷിക്കുകയും അവർക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കൊടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ വർഷം 2 പേർക്ക് നിപ്പ വരികയുണ്ടായി. അതിൽ 2 പേരുടെയും കോണ്ടാക്റ്റുകൾ 60-70ഓളം കോണ്ടാക്റ്റുകൾ അവർ അടുത്ത കോണ്ടാക്റ്റുകളെ എല്ലാം പരിശോധിക്കുകയും അവർക്ക് ആർക്കും തന്നെ ഇത് വന്നതായിട്ട് സ്ഥിരീകരണമില്ല. അതുകൊണ്ട് തന്നെ ഈ ബംഗ്ലാദേശിലെ ഈ വർഷത്തെ 2 ഔട്ട്ബ്രേക്കുകളും ഓരോരോ വ്യക്തികളിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത്. പക്ഷേ ഓരോ ഔട്ട്ബ്രേക്കിലും വ്യത്യാസം ഉണ്ടായെന്നിരിക്കാം. വൈറസുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. ഇതൊരു RNA വൈറസ് ആണ്. അതിൽ ജനിതക മാറ്റങ്ങൾ സ്വാഭാവികമാണ്. മലേഷ്യയിൽ ഉണ്ടായ ഔട്ട്ബ്രേക്ക് നമുക്കറിയാം. അത് 100-ലധികം വ്യക്തികൾക്ക് മരണമുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഓരോ ഔട്ട്ബ്രേക്കും അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി അനുസരിച്ച് അവിടെയുള്ള വിവരങ്ങൾ അനുസരിച്ച് വേണം ശേഖരിക്കാൻ. ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം ഇപ്പോൾ നിപ്പ ഉണ്ടെന്നല്ല പറയുന്നത്, നിപ്പ സംശയിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ലഭ്യമാകും. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പനിയുടെ അല്ലെങ്കിൽ പകർച്ചപ്പനിയുടെ വൈറൽ ഫീവറിൻ്റെ ഒക്കെ ഒരു സമയമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു വാർത്ത ഡോക്ടർ പറഞ്ഞ പോലെ സ്ഥിരീകരിച്ചിട്ടില്ല. ആരോഗ്യവകുപ്പാണെങ്കിൽ നമുക്ക് മുൻകരുതലുകൾ എന്നൊരു ഭാഗമായിട്ട് മാത്രമേ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പൊതുസമൂഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഓർമ്മപ്പെടുത്താമോ? അതെ, പകർച്ചവ്യാധികൾ ധാരാളം പടർന്നു പിടിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അത് പലതരത്തിലുള്ള പകർച്ചവ്യാധികളുണ്ട്. നിപ്പയിൽ നിന്ന് തന്നെ തുടങ്ങാം. നിപ്പ ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ഇത് എങ്ങനെ പകരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, ഈ വ്യക്തി ചുമയ്ക്കുമ്പോഴോ മറ്റോ ശരീരത്തിൽ നിന്നുള്ള സ്രവങ്ങൾ മറ്റുള്ള വ്യക്തികളിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തേത്, ഈ വ്യക്തിയുടെ ശാരീരിക സ്രവങ്ങളുമായി കോണ്ടാക്ട് വരുന്നവർ, ആരോഗ്യ പ്രവർത്തകർ പ്രൈമറിലി, അല്ലെങ്കിൽ തൊട്ടടുത്ത് നിന്ന് പരിചരിക്കുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ, അവർക്കാണ് കൂടുതലും റിസ്ക് ഉണ്ടാകാനുള്ള സാധ്യത. അത് നിപ്പയുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കോവിഡ് വന്നതിന് ശേഷം എല്ലാവർക്കും തന്നെ ഒരു യൂണിവേഴ്സൽ ഇൻഫെക്ഷൻ പ്രോട്ടോകോൾ എല്ലാവർക്കും തന്നെ അറിയാം. കേരളത്തിൽ എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി പൊതുസമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തേത്. ഇനി മറ്റ് പകർച്ചവ്യാധികളെ വെച്ച് പറയുമ്പോൾ എല്ലാ പകർച്ചവ്യാധികളെയും പറ്റി വർണ്ണിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, കേരളത്തെ ഏറ്റവും അധികം ആൾക്കാർക്ക് വരുന്ന ഒരു പ്രോബ്ലം ഡെങ്കിപ്പനിയാണ്. അത് പരത്തുന്നത് കൊതുകുകളാണ്, നമുക്കറിയാം. ഈ കൊതുകുകൾ വളരാനുണ്ടാകുന്ന അല്ലെങ്കിൽ മുട്ടയിടാനുള്ള എല്ലാ പഴുതുകളും അടയ്ക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും
ഓരോ ദിവസവും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ വീടിനടുത്തുള്ള ഏതെങ്കിലും ഭാഗത്ത്, അല്ലെ അകത്തോ പുറത്തോ ഉള്ള ഏതെങ്കിലും ഭാഗത്ത് ഉപ്പില്ലാത്ത വെള്ളം, തെളിഞ്ഞ വെള്ളം എവിടെയുണ്ടോ അവിടെ ഈ കൊതുക് മുട്ടയിടും. അത് അങ്ങനെയുള്ള പഴുതുകൾ അടയ്ക്കുക. അതുപോലെ കൊതുകടി കൊള്ളാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഫുൾ കൈ ഷർട്ട് ഇടുക, അല്ലെങ്കിൽ കൊതുകുതിരി ഉപയോഗിക്കുക, മൊസ്കിറ്റോ റിപ്പല്ലൻസ് ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. മൂന്നാമത്തേത് ജലജന്യ രോഗങ്ങളാണ്. നമുക്കറിയാം, മഴക്കാലമാകുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും തന്നെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പൊ കേരളം ഭൂമധ്യരേഖയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ വെതർ ട്രോപ്പിക്കലാണ്. മഴക്കാലം വരുമ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാകും. എന്നാൽ അത് തടയാനുള്ള മുൻകരുതലുകൾ എന്തെന്നാൽ, ഒന്ന്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ നിലവാരം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോരുത്തരും കുടിക്കുന്ന വെള്ളം അതിന്റെ സ്രോതസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ അവരവരുടെ കേസിൽ എവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാകണം. ആ ജലസ്രോതസ് വൃത്തിയുള്ളതാണോ, അത് ശുദ്ധജലമാണോ, അവിടെ മുൻകരുതലുകൾ എല്ലാം പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും, എല്ലാ കേരളീയരും നോക്കി അത് അനുസരിച്ചുള്ള നടപടികൾ കൈക്കൊണ്ട് കഴിഞ്ഞാൽ തന്നെ അതൊരു നല്ലൊരു രീതിയിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധിക്കും. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, ഒന്ന്, മിനിമം നമ്മളത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ 99.9% രോഗാണുക്കളും അതിൽ നിന്ന് നശിച്ചു പോകാറുണ്ട്. നല്ല ഇനം ഫിൽറ്ററുകൾ ഇപ്പോൾ ലഭ്യമാണ്. RO ഫിൽറ്ററുകളൊക്കെ ആണെങ്കിൽ വൈറസുകളെ തന്നെ, സൂക്ഷ്മമായിട്ടുള്ള വൈറസുകളെ തന്നെ അവയ്ക്ക് ചെറുക്കാൻ സാധിക്കും. എന്നാൽ ഇത് കൃത്യമായി മെയിൻ്റനൻസ് ചെയ്യണം എന്നുള്ളതും കൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. പിന്നെയുള്ളത് വായുവിലൂടെ പകരുന്ന പകർച്ചവ്യാധികളാണ്. ഇൻഫ്ലുവൻസ ഇപ്പോൾ കഴിഞ്ഞ 2 മാസമായിട്ട് കേരളത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇൻഫ്ലുവൻസയുടെ സാന്നിധ്യമുണ്ട്. പലതരത്തിലുള്ള വൈറസുകൾ അടങ്ങിയ ഒരു ഫാമിലിയാണ് ഈ ഇൻഫ്ലുവൻസ. ഇത്തവണ ഇവിടെ എത്തിയിട്ടുള്ളത് H1N1 എന്ന് വിളിക്കുന്ന ഒരു പാൻഡമിക് ടൈപ്പ് ഓഫ് വൈറസ് ആണ്. അത് ഇപ്പോൾ നിരവധി പേർക്ക് ഇതിനെതിരെയുള്ള രോഗപ്രതിരോധ ശക്തി ഉള്ളതിനാലാണ് നമുക്ക് ഇപ്പോൾ ഇൻഫ്ലുവൻസയെ ചെറുത്ത് നിൽക്കാൻ സാധിക്കുന്നത്. എങ്കിലും പ്രായം ചെന്നവരിലും അതുപോലെ തന്നെ അനുബന്ധ രോഗങ്ങളുള്ളവരിലും മറ്റും ഇൻഫ്ലുവൻസ ഇന്നും ഒരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങളാണ് കേരളം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നിപ്പ വരാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഏതൊക്കെ സാഹചര്യങ്ങളാണ് ആ കാരണങ്ങൾ കൂടുതലായി കണ്ടുവരാറുള്ളത് എന്നതിനെ കുറിച്ചും ഒന്ന് വിശദമാക്കാമോ? യെസ്, നിപ്പ വരുന്നത് മനുഷ്യനിൽ സ്വാഭാവികമായിട്ട് സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു വൈറസ് അല്ല നിപ്പ. ഞാൻ നേരത്തെ H1N1 ഇൻഫ്ലുവൻസയുടെ കാര്യം പറഞ്ഞു. ഇൻഫ്ലുവൻസ വൈറസ്, നമുക്ക് എല്ലാവർക്കും തന്നെ ഇൻഫ്ലുവൻസ വന്നിട്ടുണ്ടാകാം, എല്ലാവർക്കും തന്നെ കോവിഡ് വന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ നിപ്പ അതുപോലെയല്ല. നിപ്പ സർക്കുലേറ്റ് ചെയ്യുന്നത് വേറെ ഒരു ഫീൽഡിലാണ്. അതായത് വവ്വാലുകളിലും മറ്റുമൊക്കെയാണ് ഈ നിപ്പ വൈറസ് സർക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ വവ്വാലുകളെ ഇത് കൊന്നൊടുക്കുന്നതുമില്ല. അത് വളരെ ഒരു ക്യൂറിയസ് ആയിട്ടുള്ള, കൗതുകപരമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം ഇത് രണ്ടും സസ്തനികളാണ്. മനുഷ്യനും വവ്വാലുകളും രണ്ടും മാമൽസ് ആണ്. എങ്കിലും ഈ വൈറസ് വവ്വാലുകളെ കൊന്നൊടുക്കുന്നില്ല. അപ്പോൾ മാത്രവുമല്ല, ചില സീസണുകളിൽ വവ്വാലുകളിൽ ഇവയുടെ സാന്നിധ്യം കൂടുതലാണ് എന്ന് സംശയിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ വവ്വാലുകളുടെ സ്രവങ്ങൾ, അതായത് ബേർത്തിങ് ഫ്ലൂയിഡ്സ്, യൂട്രസിൽ നിന്നും മറ്റുമുള്ള, വവ്വാലുകൾ പക്ഷികളല്ല എന്ന് പറയേണ്ടതല്ലോ. പക്ഷികളും വവ്വാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ പശു, ആട്, അണ്ണാൻ അതുപോലെയുള്ള ആ ഗണത്തിൽപ്പെട്ട മാമൽസ് ആണ്. അതുകൊണ്ട് തന്നെ അവ പ്രസവിക്കുന്ന ആ സീസൺ ആകുമ്പോഴേക്കും അവയിൽ നിന്നുമുള്ള രക്തവും മറ്റും നിലത്ത് വീണ് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വിസർജ്യ വസ്തുക്കൾ നിലത്ത് വീണ് കിടക്കാനുള്ള സാധ്യതയുണ്ട്. ഇവയിലെല്ലാം ഈ നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഇവയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളതാണ്. വവ്വാലുകളെ യാതൊരു കാരണവശാലും നമ്മൾ നേരിട്ട് ഹാൻഡിൽ ചെയ്യരുത്. പ്രൊഫഷണൽ ട്രെയിനിങ് ഇല്ലാത്തവർ യാതൊരു കാരണവശാലും വവ്വാലുകളുമായി യാതൊരു സമ്പർക്കവും ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അവയെ വിരട്ടി ഓടിക്കണം എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. അവയിൽ നിന്നുള്ള ഇങ്ങനെയുള്ള വസ്തുക്കളുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഉദാഹരണത്തിന് നമ്മൾ പറമ്പിൽ നടക്കുമ്പോൾ ചെരുപ്പിട്ടുകൊണ്ട് പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെരുപ്പിടാതെ നടക്കുകയാണെങ്കിൽ അതൊരു പ്രത്യേക സുഖമാണെന്ന് എനിക്കറിയാമെങ്കിലും നമുക്ക് പലതരത്തിലുള്ള പകർച്ചവ്യാധികളുടെ സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എലിപ്പനി, അതുപോലെ തന്നെ ഈ വവ്വാലിന്റെ കാഷ്ടം, ഇതെല്ലാം നമ്മുടെ കാലിലും മറ്റും പുരളാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പുരളുന്ന എല്ലാ കേസിലും നിപ്പ ഉണ്ടാകുന്നില്ലെങ്കിലും വൈറസിന് ഈ ജന്തുക്കളിൽ നിന്നും മനുഷ്യരിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കഴിവതും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ വൈറസിൽ, ഈ ബാറ്റിൽ നിന്നും വവ്വാലിൽ നിന്നും എന്തുകൊണ്ട് ഈ മനുഷ്യരിലേക്ക് ഇത് ജമ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ധാരാളം നിഗമനങ്ങൾ, ഊഹങ്ങൾ ഇതിനെപ്പറ്റിയുണ്ട്. ബംഗ്ലാദേശിൽ പറയപ്പെടുന്നത്
അവിടെ ഈ ചില പ്രത്യേകതരം ഡേറ്റ് പാം ഉണ്ട്. നമ്മുടെ തെങ്ങുമായി സാദൃശ്യമുള്ള ചില മരങ്ങളാണവ. അവയിൽ കള്ള് ചെത്തുന്നത് പോലെ തന്നെ അവർ നീര് ചെത്തുന്ന ഒരു ശീലമുണ്ട്. അവർക്ക് അതിന് റോ ഡേറ്റ് പാം സാപ്പ് എന്നാണ് പറയുന്നത്. അവിടെ ബംഗ്ലാദേശിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇതൊരു ഡ്രിങ്കാണ്. അത് സ്ത്രീ പുരുഷ ഭേദമന്യേ കുട്ടികളും അടക്കം ഇത് കുടിക്കുന്ന ഒരു പാരമ്പര്യം അവിടെ ഉണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്ക് ഈ ഒരു ചോദ്യത്തിലേക്ക് വരാം. ഇപ്പൊ നമ്മളോട് ഒരു കുട്ടി പ്രേക്ഷക ചേരുകയാണ്, പെരിന്തൽമണ്ണയിൽ നിന്നും നിവേദിത. നിവേദിത, ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് നിവേദിതയുടെ സംശയമെന്ന്. കുട്ടികൾക്ക് നിപ്പ ഉണ്ടാകാനുള്ള കാരണങ്ങൾ നിവേദിത ചോദിച്ചതാണ്. നിപ്പ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്നാമത് നിവേദിത മോളെ, ഇത് വളരെ റെയർ ആണ്. ഇത് വളരെ വളരെ അപൂർവമാണ്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നീ ചോദിച്ചതിന്റെ ഉത്തരം ഇതാണ്. ഈ വൈറസ് എന്ന് പറയുന്നത് ഈ രോഗാണുക്കൾ എന്ന് പറയും. വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ ചെറിയ രോഗാണുക്കളാണ്. അത് ചില ജീവികളിൽ അത് ജീവിക്കുന്നുണ്ട്. വവ്വാലുകൾ കണ്ടിട്ടുണ്ടാകാം, നമ്മുടെ മരങ്ങളിലും മറ്റും വന്നിരിക്കുന്ന വവ്വാലുകൾ. ഇവയിൽ ചില വവ്വാലുകൾക്ക് ടെറോപ്പസ് എന്ന് വിളിക്കുന്ന ഫ്രൂട്ട് ബാറ്റുകൾ, അതായത് പഴന്തീനി വവ്വാലുകളിലാണ് പൊതുവെ നിപ്പ വൈറസുകൾ കണ്ടുവരുന്നത്. നമ്മൾ പശ്ചിമഘട്ടം വെസ്റ്റേൺ ഗാട്സിന് അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കണ്ടുവരുന്ന വവ്വാലുകളിൽ കേരളത്തിൽ മാത്രമല്ല മറ്റനേകം സംസ്ഥാനങ്ങളിൽ, അതായത് നമുക്ക് വടക്കേ ഇന്ത്യയിലും പശ്ചിമ ബംഗാളിലും അതുപോലെ ബംഗ്ലാദേശിലും എല്ലാം ഈ വവ്വാലുകളുണ്ട്. അതേ വവ്വാലുകളും ഇവിടെയുണ്ട്. കേരളത്തിൽ തന്നെ അനേകം ജില്ലകളിൽ ഈ വവ്വാലുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അപൂർവമായിട്ട് മനുഷ്യനുമായി ഈ വവ്വാലിന് ഏതെങ്കിലും രീതിയിൽ സമ്പർക്കം ഉണ്ടാകുമ്പോൾ നിർഭാഗ്യവശാൽ ഒരു വ്യക്തിക്ക് ഇത് ഉണ്ടാവുകയാണ്. ആ സമയത്ത് ഈ വ്യക്തിയെ നമ്മൾ ചികിത്സിക്കുകയും ഈ വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് ഇത് പകരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും മാത്രമാണ് വേണ്ടത്. നിവേദിതയ്ക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഡോക്ടർ, നിപ്പയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിന്റെ കാരണങ്ങളെ കുറിച്ച് ഡോക്ടർക്ക് തുടരാം. യെസ്, ഇപ്പോൾ ഈ ഡേറ്റ് പാം സാപ്പ് എന്നുള്ള ആ ഒരു ഈ ജ്യൂസ് കുടിക്കുന്ന വ്യക്തികളിൽ ഇത് കണ്ടുവരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും 10,000-കണക്കിന് വ്യക്തികൾ എല്ലാ ദിവസവും കുടിക്കുന്ന ഒരു പാനീയമാണിത്. അതുകൊണ്ട് എല്ലാവർക്കും എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത് അജ്ഞാതമാണ്. അതുകൊണ്ട് തന്നെ നിപ്പ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു ചോദ്യം ഇന്നും ഒരു ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. വവ്വാലുകളുമായിട്ടുള്ള സമ്പർക്കം ഏതെങ്കിലും വിധേനയിൽ ഉണ്ടാകുമ്പോഴാണ് എന്നുള്ളതാണ് ഒരു ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു തിയറി. എന്നാൽ എങ്ങനെ എന്നുള്ളത്, ഈ വ്യക്തി എന്ത് ചെയ്തിട്ടാണ് ഈ വവ്വാലിൽ നിന്നും കൃത്യമായി ഈ വൈറസ് ഈ വ്യക്തിയിലേക്ക് പകരുന്നത് എന്ന് ഇന്നുവരെ അസന്നിഗ്ധമായിട്ട് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ നിപ്പ ബാധിച്ച് നിരവധി പേർ മരണപ്പെടാനുള്ള ഒരു കാരണം, ഈ ഉദാഹരണത്തിന് നമുക്ക് സിലിഗുരിയിൽ ഉണ്ടായ എപ്പിസോഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായത് നിപ്പ ബാധിച്ച വ്യക്തികളെ പരിചരിച്ച വ്യക്തികൾക്കും അതുപോലെ തന്നെ അവരെ പരിചരിച്ച ആരോഗ്യ പ്രവർത്തകർക്കുമാണ് കൂടുതലും മരണങ്ങൾ ഉണ്ടായത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ 2000 മുൻപ് ഏറ്റവും ആദ്യം ഉണ്ടായ ആ ഒരു നിപ്പ ഔട്ട് ബ്രേക്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. പരിചരിച്ച ഏറ്റവും അടുത്ത് ഇടപഴകിയ വ്യക്തികൾക്കാണ് ഈ ഇൻഫെക്ഷൻ ഉണ്ടായത്. എന്നാൽ മലേഷ്യയിൽ ഉണ്ടായ ഔട്ട് ബ്രേക്ക് വ്യത്യസ്തമാണ്. അവിടെ ഉണ്ടായത് നിപ്പ ഉണ്ടായപ്പോൾ അവിടെ 20-25 വർഷങ്ങൾക്ക് മുമ്പാണ്. വവ്വാലുകൾ വന്ന് വവ്വാൽ കഴിച്ചതിന് ശേഷം താഴെയിട്ട പഴങ്ങൾ ഭക്ഷിച്ച പന്നി ഫാമിലാണ്. പന്നികളിൽ ഈ രോഗം വരികയും ഈ പന്നികളെ മേയിച്ചുകൊണ്ട് നടന്ന കർഷകർ, പിഗ് ഫാമേഴ്സ്, അവരിലേക്ക് ഈ ഒരു ഫ്ലൂ പോലെയുള്ള ഒരു രോഗം ഉണ്ടാവുകയും കാരണം അത് ആദ്യമായിട്ട് ഉണ്ടാവുന്നതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അത് നിരവധി പേർക്ക് ഇവരിൽ നിന്നും വരികയും മറ്റും ഉണ്ടായി. അതാണ് പ്രോബ്ലം ഉണ്ടായത്. അവിടെ നിരവധി പേർ, 100-ലധികം പേരാണ് അന്ന് മലേഷ്യയിൽ മരണപ്പെട്ടത്. വ്യക്തമാണ് ഡോക്ടർ. നിപ്പയെ പ്രതിരോധിക്കാൻ നമ്മൾ പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കും. എന്തൊക്കെ കെയർ ആണ് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ടത്? നിപ്പയെ പ്രതിരോധിക്കാൻ നമ്മൾ ഓർക്കേണ്ടത്, ഇത് മനുഷ്യരാശിയുമായി യാതൊരു അടുത്ത സമ്പർക്കവും ഇല്ലാത്ത ഒരു വൈറസ് ആയതിനാൽ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ വവ്വാലുകളിൽ ഉള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആയിരിക്കാം അവയെ മരണത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു. മനുഷ്യരിൽ ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഇല്ലാത്തത് കൊണ്ട് നിപ്പ പരമാവധി വരാതെ നോക്കുക എന്നുള്ള ഒരൊറ്റ പ്രതിരോധ മാർഗമേ നമുക്കുള്ളൂ. നിപ്പയെ നശിപ്പിക്കാൻ പോകുന്ന രീതിയിലുള്ള ആന്റിവൈറൽ മരുന്നുകളോ അല്ലെങ്കിൽ
ഇതിനെതിരെയുള്ള വാക്സിനോ ഒന്നും ഇന്നും ലഭ്യമായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വൈറസ് ഓസ്ട്രേലിയയിലുണ്ട്. അതിനെതിരായിട്ടുള്ള വാക്സിൻ ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വൈഡ് സ്പ്രെഡ് ആയിട്ട് വ്യാപകമായ രീതിയിൽ ഈ വാക്സിൻ അത് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് പ്രതിരോധിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് വന്നു കഴിഞ്ഞാൽ ഓരോരോ അവയവത്തെ ഇത് എങ്ങനെ ബാധിക്കുന്നുവോ അതാത് അവയവത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചികിത്സകളാണ്. ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് സീഷേഴ്സ് അല്ലെങ്കിൽ എൻകെഫലൈറ്റിസ് മസ്തിഷ്ക ജ്വരം വന്നതിന് ശേഷം ഫിറ്റ്സ് പോലെ സീഷേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ചികിത്സ കൊടുക്കുക. മസ്തിഷ്കത്തിന് അവിടെ നീരുണ്ടാവുകയാണെങ്കിൽ സെറിബ്രൽ എഡീമ ഉണ്ടാവുകയാണെങ്കിൽ എഡീമ കുറയാനുള്ള വിദഗ്ധ ചികിത്സ കൊടുക്കുക. ബ്രെയിൻ സ്റ്റെമിനെ ബാധിക്കുകയാണ്, തലച്ചോറിന്റെ ബേസിലുള്ള ആ ഭാഗത്തെ ബാധിക്കുകയാണെങ്കിൽ അതിനുള്ള ബ്ലഡ് പ്രഷർ, റെസ്പിറേഷൻ ഇവയെ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സകൾ കൊടുക്കുക എന്നുള്ള ചികിത്സകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം മറ്റൊരു പ്രേക്ഷകൻ ചേരുകയാണ്. കോഴിക്കോട് നിന്നും രതീഷ് കുമാർ. രതീഷ് കുമാർ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാനേ ഹലോ യെസ് രതീഷ് കുമാർ പറയൂ. സാർ ഞാനേ പഴുക്ക പറയുന്ന ഒരു പണിക്കാരനും കൂടാണ് സീസണില്. ഹലോ പറയൂ, കേൾക്കുന്നു. സാർ ഈ പഴുക്ക വാവിന് മുമ്പേ പഴുക്കൊക്കെ പറിക്കാറുണ്ട് കൈകൊണ്ട്. അപ്പൊ അത് വലിയ പ്രയാസമായി മാറുകയാണ്. ഇപ്പൊ വൈറസ് വരാനുള്ള ചാൻസ് ഉണ്ടോ അതില്? പഴവർഗ്ഗങ്ങളിൽ ഇത് നിപ്പ ഉണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക കേരളത്തിൽ ആകമാനം വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നു. അത് തെറ്റാണ്. പറക്കുന്ന ജോലിയാണ് പുള്ളി ചെയ്യുന്നത്. ഈ അടയ്ക്ക ചിലപ്പോൾ ഈ വവ്വാലുകൾ ചപ്പി ഇടാറുണ്ട്. അത് എടുക്കുന്നത് കൊണ്ട് പ്രശ്നം ഉണ്ടാകുമോ എന്നാണ് പ്രേക്ഷകൻ ചോദിച്ചത്. കറക്റ്റ്. ഈ വവ്വാലുകളുമായി സമ്പർക്കമുള്ള എല്ലാ തരം പഴവർഗ്ഗങ്ങളിലും ഇത് ഉണ്ടാകാം എന്നുള്ള ആശങ്ക ഉണ്ടെങ്കിലും ഈ അടയ്ക്ക പെറുക്കുന്നവരിൽ ഇത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നേരിട്ടുള്ള ഒരു റിസ്ക് കാണുന്നില്ല. അത് ഉണ്ടാകാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാണെന്നുള്ളതിന് അപ്പുറത്തേക്ക് ഈ അടയ്ക്ക പെറുക്കുന്നത് കൊണ്ടാണ് ഇത് വന്നത് എന്ന് ഇതുവരെ നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രയോ പേർ ചെയ്യുന്ന ഒരു തൊഴിലാണിത്. അവർക്ക് ആർക്കും ഇത് വന്നിട്ടില്ല എന്നുള്ളതും ഇപ്രകാരമുള്ള അടയ്ക്ക അല്ലാതെ മറ്റേത് പഴവർഗ്ഗമാണെങ്കിലും പേരയ്ക്കയാണെങ്കിലും മാങ്ങയാണെങ്കിലും ശരി, ഇതിലെല്ലാം തന്നെ നിപ്പ വൈറസ് എത്ര കാലം നിലനിൽക്കും എന്നുള്ളതിനെ പറ്റിയും പല ആശയങ്ങളുണ്ട്. എങ്കിലും നിപ്പ വൈറസിനെ സയൻസ് പറയുകയാണെങ്കിൽ നിപ്പ വൈറസിന് ഈ ശരീരത്തിന് പുറത്ത്, മനുഷ്യ ശരീരത്തിന് പുറത്ത് 7 ദിവസത്തോളം ജീവനോടെ ഇരിക്കാനുള്ള കഴിവുണ്ട്. അത് അതിൻ്റെതായിട്ടുള്ള ഇപ്പോൾ വവ്വാലിന്റെ യൂട്രസിൽ നിന്നും ഗർഭപാത്രത്തിൽ നിന്നുമുള്ള രക്തമാണ് താഴെ വീഴുന്നതെങ്കിൽ ആ രക്തം ഉണങ്ങാതെ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒരാഴ്ച വരെ ഈ വൈറസിന് ജീവിക്കാൻ കഴിവുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ ഒരു അടയ്ക്കയുടെയോ അല്ലെങ്കിൽ ഒരു മാങ്ങയുടെയോ ഒരു പേരയ്ക്കയുടെയോ പുറത്ത് അതിന്റെ തൊലിയിൽ ഇതിരിക്കുകയാണെങ്കിൽ ഇത് ഉണങ്ങിപ്പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ എവിടെ ഇത് ഉണങ്ങിപ്പോകുന്ന എല്ലാ സാഹചര്യങ്ങളിലും വൈറസിന് അധികം കാലം ജീവനോടിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അനന്തമായിട്ട് അത് അവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളതും നമുക്കറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഡോക്ടർ, നമ്മൾ നോക്കുകയാണെങ്കിൽ നിപ്പ എന്ന് പറയുന്നത് നമുക്കൊരു ആദ്യത്തെ അനുഭവമാണെങ്കിലും നിലവിൽ നിപ്പയെ പിടിച്ചു കെട്ടിയ മുൻകാല അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ആശ്വാസം പകരുന്നതല്ലേ ഈ ഒരു സാഹചര്യത്തിൽ? അതെ, നിപ്പയുടെ കാര്യത്തിൽ ഏർലി ഇന്റർവെൻഷൻ ആണ് ഏറ്റവും വേണ്ടത്. അപ്പൊ ഇന്റർവെൻഷൻ ഉണ്ടാകണമെങ്കിൽ, ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ ഇത് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ട ആരോഗ്യ സംവിധാനമുള്ള സംസ്ഥാനമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ഈ സംവിധാനത്തിന് ചില ചിട്ടാവട്ടങ്ങളുണ്ട്. അതിന്റെ പ്രോട്ടോക്കോളുകൾ നിലനിന്ന് പോരുന്നത് കൊണ്ടും ഇത് ഡയഗ്നോസ് ചെയ്യാനുള്ള, അതായത് രോഗം സംശയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് എന്താണെന്ന് കണ്ടെത്താനുള്ള അതിനുള്ള ആർജവവും അതുപോലെ തന്നെ കണ്ടെത്താനുള്ള ടെസ്റ്റുകൾ എങ്ങനെ എടുക്കണം, അതെങ്ങനെ അയക്കണം, അതെവിടെ ടെസ്റ്റ് ചെയ്യണം, ഇതെല്ലാം നമ്മുടെ ഡോക്ടർമാർക്ക് അതേപ്പറ്റി വ്യക്തമായ ധാരണയുള്ളത് കൊണ്ടാണ് ഇപ്രകാരമുള്ള രോഗങ്ങൾ കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പലപ്പോഴും തമാശക്കെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട്, നിങ്ങളുടെ കേരളത്തിലാണല്ലോ ഇത്രയും അധികം രോഗങ്ങൾ ഉള്ളത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, ഇവിടെയുള്ള രോഗങ്ങൾ കണ്ടെത്താനാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു കേരളത്തെ പറ്റി ഇങ്ങനെ ഒരു ഇംപ്രഷൻ ഉണ്ടാകുന്നത്. പക്ഷേ മൊത്തത്തിൽ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ പറ്റി വളരെ നല്ല മതിപ്പാണ് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്നോസിസ്, ഒരാൾ ഇപ്പൊ നേരത്തെ നമ്മൾ അമീബിക് ജ്വരത്തെ പറ്റി സംസാരിക്കുകയുണ്ടായി അല്ലെ,
അത് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു രോഗമാണെങ്കിലും കേരളത്തിലെ ഡോക്ടർമാർക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ കേരളത്തിൽ മാത്രം ഇത് ഉണ്ടാകുന്നു എന്നുള്ളതല്ല അതിന്റെ ഒരു സാരം. അതുപോലെ തന്നെ നിപ്പ വൈറസ് ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളും ഉണ്ടാകുന്നിരിക്കാം. അതിന്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലുമാണ് കേസുകൾ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ കേസുകൾ ഉണ്ടായെന്നിരിക്കാം. അവ മസ്തിഷ്ക ജ്വരമായി ചിലപ്പോൾ അത് ഡയഗ്നോസ് ചെയ്ത് അങ്ങനെ ഒരു ലേബലിംഗ് വന്നിട്ടുണ്ടെന്നിരിക്കാം. എന്നാൽ നിപ്പ എന്നുള്ള ഒരു ഡയഗ്നോസിസിൽ എത്തിച്ചേരണമെങ്കിൽ അല്പം ശ്രമകരം തന്നെയാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട് എന്നുള്ളതാണ് നല്ല കാര്യം. ഡോക്ടർ, നിലവിൽ നിപ്പ പ്രതിരോധത്തിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിച്ചു വരുന്ന നടപടിക്രമങ്ങളെ കുറിച്ച് കൂടി ഒന്ന് വിശദമാക്കാമോ? അതെ, നിപ്പ ഔട്ട്ബ്രേക്ക് ഉണ്ടാവുകയാണെങ്കിൽ എത്രയും നേരത്തെ ഒരു അലർട്ട് പ്രഖ്യാപിക്കുക. അലർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സാധ്യത ഉള്ളപ്പോഴാണ് നമ്മൾ അലർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ രോഗം അനവധി പേരിലേക്ക് വ്യാപിച്ചതിന് ശേഷമല്ല. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഒരു സംശയമുള്ളപ്പോൾ തന്നെ അത് ഇങ്ങനെ ഒരു അലർട്ട് പ്രഖ്യാപിക്കുകയും ഈ വ്യക്തിയുമായി കോണ്ടാക്ട് വരുന്ന വ്യക്തികളെ നിരീക്ഷണത്തിൽ നിർത്തുകയും അവർക്ക് പ്രോട്ടോകോൾ അനുസരിച്ച് പരിശോധനകൾ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ അതനുസരിച്ച് ചെയ്യുകയും അതുപോലെ തന്നെ ഈ ഇത്തരം രോഗങ്ങൾ ചികിത്സിക്കാൻ കെൽപ്പുള്ള ആരോഗ്യ സംവിധാനങ്ങൾ എവിടെയുണ്ട് എന്ന് മുൻകൂറായി അറിയുകയും ഇതിന്റെ എപ്പിഡമിയോളജി, ഈ രോഗം എങ്ങനെ എവിടെ നിന്നെല്ലാം വരുന്നു, ഏതെല്ലാം വഴിയിൽ ഇത് പകരുന്നു, അതിന്റെ സാധ്യതകൾ എന്ത് എന്ന് ആരായുന്ന രീതിയിലുള്ള ഗവേഷണങ്ങൾ. ഉദാഹരണത്തിന് കഴിഞ്ഞ നിപ്പ ഔട്ട്ബ്രേക്കിൽ മറ്റേ പലതരത്തിലുള്ള വവ്വാലുകളെ പിടികൂടുകയും അവയിൽ ഈ നിപ്പയുടെ വൈറസ് ഉണ്ടോ എന്ന് പരിശോധിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്തു നിന്നും ഉള്ള ഗവേഷകർ ഇവിടെ വന്ന് ഈ പ്രകാരമുള്ള ടെസ്റ്റുകൾ ചെയ്യുകയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള തുടർന്നുള്ള ഒരു ഗവേഷണമാണ് വേണ്ടത്. സർവൈലൻസ് എന്ന് പറയും. ഈ വവ്വാലുകളിൽ നിത്യവും ഈ വൈറസിന്റെ സാന്നിധ്യമുണ്ടോ, അതോ ചില മാസങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിലുള്ള വവ്വാലുകളിൽ മാത്രമേ ഇതുള്ളൂ. ഇങ്ങനെയുള്ള കൂടുതൽ അറിവുകൾ നമുക്ക് ലഭിക്കുന്നതനുസരിച്ച് കൂടുതൽ കൃത്യതയോടെ ഉള്ള നടപടികൾ നമുക്ക് കൈക്കൊള്ളാനാകും. ഡോക്ടർ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഡോക്ടർ വ്യക്തമാക്കിയതാണ്, നമ്മൾ ഈ ഒരു രോഗപ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വളരെയധികം മുൻപന്തിയിലാണ്, നമുക്ക് അത്തരത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് വ്യക്തിപരമായി ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു ആൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ എടുക്കേണ്ട മുൻകരുതലുകൾ, മാസ്ക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങേണ്ടതുണ്ടോ? അതെ, നിപ്പയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ നിപ്പ സംശയിക്കപ്പെടുന്ന വ്യക്തിയുടെ കോണ്ടാക്ട് ലിസ്റ്റിൽ അല്ലെങ്കിൽ യാതൊരു ആശങ്കയ്ക്കും ഇവിടെ കാരണമില്ല. അതൊന്ന്. രണ്ടാമത്തേത്, ഈ അഥവാ നിപ്പ കൺഫേം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതനുസരിച്ചുള്ള പുതിയ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്നുണ്ടാവും. ഇനി പൊതുവെയുള്ള ഒരു മുൻകരുതലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൾ കഴുകുക എന്നുള്ളത് വളരെ നല്ല ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ മെഷറാണ്. കാര്യം ഇതിനകത്ത് വലിയ ഗ്ലാമർ ഒന്നുമില്ല, ഒരു ഇഞ്ചക്ഷന്റെയോ ഒരു ഗുളികയുടെയോ ഗ്ലാമർ ഒന്നും ഇല്ലെങ്കിലും കൈകൾ വൃത്തിയായിട്ട് കഴുകുക എന്നുള്ളത് ഇൻഫെക്ഷൻ കൺട്രോളിൽ വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ കൈകൾ അതിന് മുൻപ് സോപ്പിട്ട് നല്ലതുപോലെ കൈകളുടെ വിരലുകൾക്കിടയിൽ തന്നെ നല്ലതുപോലെ ഉരച്ച് വൃത്തിയാക്കേണ്ടതാണ്. അതിന്റെ ഒരു ഗുണം, നമ്മുടെ കയ്യിൽ ഏതെങ്കിലും രോഗാണു പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അത് മറ്റുള്ള അനവധി പേരിലേക്ക് പകരാനുള്ള സാധ്യതയുണ്ട്. അത് ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന വ്യക്തികളിലാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. വാഷ്റൂമിൽ പോയി വന്നു കഴിഞ്ഞാൽ കൈകൾ കഴുകുക എന്നുള്ളത് യൂണിവേഴ്സലാണ്, ലോകമെമ്പാടുമുള്ള ഒരു പ്രോട്ടോകോളാണ്. എങ്കിലും നമ്മൾ ഇനിയും ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടേണ്ടതുണ്ട്. അത് യൂണിവേഴ്സൽ ആയിരിക്കണം. പിന്നെയുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജലത്തിന്റെ സ്രോതസ്, നമ്മൾ കുടിക്കുന്ന വെള്ളം അതിന്റെ പ്യൂരിറ്റിയെ പറ്റി, എത്രത്തോളം ശുദ്ധമാണ് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വ്യക്തിപരമായിട്ടും ആസ് എ ഫാമിലി, ഒരു ഹൗസ് ഹോൾഡിന്റെ സൈഡിൽ നിന്നും ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ സൈഡിൽ നിന്നും നമുക്ക് ഉണ്ടാകണം. അതുപോലെ ഒരു പാർപ്പിട സമുച്ചയത്തിലാണെങ്കിൽ പോലും ആ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ രോഗങ്ങൾ, പലതരത്തിലുള്ള രോഗങ്ങൾ, ഇപ്പോൾ നമ്മൾ കേരളത്തിലുള്ള രോഗങ്ങൾ ചിലപ്പോൾ മറ്റൊരു രാജ്യത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തുള്ള രോഗങ്ങളാണ് ആകണമെന്നില്ല ഇവിടെയുള്ള പ്രധാനമായും ഡെങ്കിപ്പനിയുടെ കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നു. രണ്ടാമത്തേത് എലിപ്പനിയാണ്. അത് വെള്ളക്കെട്ടുകളിൽ ജോലി ചെയ്യുന്നവർക്ക് ധാരാളമായി കണ്ടുവരുന്ന ഒരു രോഗമാണ്. ഈ എലിപ്പനി വൈറസ് അല്ല കേട്ടോ, ഇത് ബാക്ടീരിയൽ രോഗമാണ്. ഇതിന് വ്യക്തമായിട്ടുള്ള ചികിത്സയാണ് ഉണ്ട്. ഈ ആന്റിബയോട്ടിക്
ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ ചികിത്സയുണ്ട്. സമയക്കുറവ് മൂലം ഞാൻ ഇടപെടുകയാണ്. ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ വ്യക്തി ശുചിത്വം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം പ്രാധാന്യമാണ് എന്നാണ് ഡോക്ടർ പറഞ്ഞു വെച്ചത്. നിപ്പ എന്നൊരു അസുഖം നമുക്കിവിടെ സ്ഥിരീകരിച്ചിട്ടില്ല, സംശയങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കൊപ്പം ഉണ്ടായിരുന്നത് IMA കേരള റിസർച്ച് സെൽ ചെയർമാൻ ഡോക്ടർ രാജീവ് ജയദേവനാണ്. ഡോക്ടർ വളരെയധികം നന്ദി. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്.